ടോം, അമേരിക്കയിലാണെങ്കിൽ അൺലിമിറ്റഡ് അധികാരമൊന്നുമില്ല നിങ്ങൾക്ക് തോന്നിയ പോലെ നടക്കാനായിട്ട്. ഇവിടെ ഒരു പബ്ലിക് പ്ലേസിൽ ടെക്സാസിൽ ന്യൂഡായിട്ട് നടന്ന നിങ്ങളെ പിടിച്ച് അകത്തിടും, അറിയോ? അപ്പൊ അതുപോലെ ലോകത്തെ എല്ലാവർക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് വേണം, തോന്നിയ പോലെ നടക്കാനല്ല. അത് ടോം ഇവിടെ പറഞ്ഞൊരു അവകാശം. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അവിടുത്തെ മറ്റേ പ്രോട്ടോകോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ നിങ്ങളൊക്കെ അറിയാവുന്നത്, വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അനുഭവത്തിലൂടെ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, അതൊരു ശരിയാണെന്ന് ഇവിടെ ആരോ ഒന്ന് MK പറയുകയും ചെയ്തു. ഇവിടെ ടോം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന അമേരിക്കൻ ഫ്ലാഗ് എരിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ വിവരക്കേടാണ്. അമേരിക്കൻ ഫ്ലാഗ് ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ പോയിട്ട് വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഫ്ലാഗ് പിടിഞ്ഞു കയറി ആ മറ്റേ അതിന്റെ കൊടിമരത്തിന്റെ മുകളിൽ കയറി അത് പലിച്ച് പറിച്ചെടുത്തിട്ട് ആർക്കെങ്കിലും കത്തിക്കാൻ പറ്റുമോ? വിവരക്കേട് പറയുന്ന ഒരു അധികാരമില്ല. എല്ലാവരുടെയും കയ്യിൽ പ്രൈവറ്റ് ഫ്ലാഗാണ്. എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഫ്ലാഗ്, നമുക്ക് ഇവിടുത്തെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം. അതൊന്നും പറഞ്ഞിട്ട് പബ്ലിക് സ്പേസിൽ വന്നിട്ട് എനിക്ക് പ്രതിഷേധമാണെന്ന് പറഞ്ഞിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ ജയിൽ. ഓക്കെ, ഞാനൊരു കാര്യം കേട്ടെ. അപ്പൊ ഈ അമേരിക്കയിൽ പല ആൾക്കാരും ഈ ഡ്രസ് ഈ പറഞ്ഞ അമേരിക്കൻ പതാകയുടെ ഇതെടുത്ത് ഒരു കുഴപ്പമില്ല, അത് ഇവിടെ അക്സെപ്റ്റഡ് ആണ്. കാര്യം നമ്മള് അമേരിക്കയുടെ ഫ്ലാഗില് ഡ്രസ്സ് തയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ല പറയണേ, ഒരു ഫ്ലാഗിന് അതിന്റെ ഒരു ഡയമെൻഷൻ ഉണ്ട്. ആ ഒരു ഫുൾ ലെവലിലുള്ള ഒരു ഫ്ലാഗ് എന്നുള്ള ലെവലില് ഒരു ഫ്ലാഗ് ഒരു സംഭവം എടുത്തുകൊണ്ട് പോയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് അവർ ബഹുമാനിക്കണേ. ഫ്ലാഗിന്റെ ഐഡന്റിറ്റികൾ നമ്മൾ പലയിടത്തും കോപ്പി ചെയ്യാറുണ്ട്. നമ്മുടെ ഡ്രസ്സിലും തൊപ്പിയിലും മുഖത്തൊക്കെ ചായം പരട്ടാറുണ്ട്. എന്തൊക്കെയാ നമ്മൾ നാട്ടിൽ ചായം പരട്ടാറില്ല, ഇന്ത്യൻ ഫ്ലാഗിന്റെ ചായം, അത് മുഴുവൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. നമ്മൾ തേച്ച് തുടച്ചു കളയും ആ പരിപാടി കഴിയുമ്പോൾ. അപ്പൊ അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ പറയുന്ന ഒരു ഫ്ലാഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു സാധനത്തെ എടുത്തിട്ട് പബ്ലിക് സ്പേസിൽ വന്നിട്ട് പ്രതിഷേധമായിട്ട് അതിനെ അവഹേളിക്കുന്ന രീതിയിൽ കത്തിക്കുമ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അനേകം ആളുകളുണ്ട്. അതിനകത്തൊന്നും ഒരു തെറ്റൂലെന്ന് ഞാൻ പറയണേ. അങ്ങനെ പബ്ലിക്കായിട്ട് കത്തിക്കുമ്പോ അതൊരു കുറ്റമാവണം. കാര്യം അതിനെ സ്നേഹിക്കുകയും അതിനോട് ആ രീതിയിൽ കാണുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണ്. ഇതൊരു ദേശീയ സ്നേഹം. ഞാൻ ഇന്ത്യൻ ഫ്ലാഗിനെ കത്തിക്കുന്നതിനൊക്കെ എതിരുള്ള ആളാണ്. ായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിക്കിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഇത് എല്ലാവരും നിങ്ങളെ പോലെ ചിന്തിക്കണമെന്ന് കരുതുന്നതിലാണ് ഏറ്റവും വലിയൊരു തെറ്റ്. മനുഷ്യർ വ്യത്യസ്തരാണ്. മനസ്സിലായി.